പടം സൂപ്പറായിരുന്നു. മോള് പറയും പറഞ്ഞു. പടം സൂപ്പറാണ്. എനിക്ക് ചെറിയൊരിതുണ്ട്. അല്ല, ഫാമിലി ആയിട്ടൊക്കെ വന്ന് സൂപ്പറായിട്ട് കാണാൻ പറ്റുന്ന പടമാണ്. എല്ലാവരും മാക്സിമം കാണാൻ നോക്കാം. സൂപ്പർ പടം. എന്നുവെച്ചാൽ ഡിഫറെൻ്റ് ആണ്. നമ്മളെപ്പോഴും ബേസിൽ ജോസഫിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി വേറൊരു തരത്തിൽ ശ്രീധനം എന്നുള്ളൊരു കാര്യം എത്തിക്കാൻ മാക്സിമം നല്ല രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സമൂഹത്തിന് വേറൊരു നല്ലൊരു മെസ്സേജ് കൂടെ കൊടുക്കുന്ന പടമാണ്. തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് ആണ്. എല്ലാവരും വന്ന് കാണേണ്ടതായിട്ട് തന്നെ ഉണ്ട്. എന്നുവെച്ചാൽ വന്ന് കണ്ട് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ റിവ്യൂ പക്ക പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവരും വന്ന് കാണുക. അടിപൊളി പടമാണ്. എല്ലാവരുടെ ആക്ടിങ് ഒക്കെ അടിപൊളി. കൊല്ലം കാണിക്കുന്ന വീഡിയോ എടുത്തേക്കുന്നതും ഒക്കെ കൊല്ലം ആ ഏരിയയൊക്കെ കാണിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് നല്ല ഫീൽ ചെയ്യുന്ന പടമാണ്. സൂപ്പർ. ബേസിൽ എനിക്ക് തോന്നുന്നു ഇതിനൊരു അവാർഡ് തന്നെ കൊടുക്കണം. ബേസിൽ ഈ പടത്തിൽ സത്യമായിട്ടും നല്ല രീതിയിൽ അഭിനയിച്ചു. ലിജോ മോളും നന്നായിട്ട് അഭിനയിച്ചു. മരിയാനോ ആ അത് പൊളിയായിരുന്നു. ബാക്കിയെല്ലാം നിങ്ങൾ കാണേണ്ട മസ്റ്റ് വാച്ച് മൂവിയാണ്. ആ ഷുവറായിട്ട് എല്ലാം പൊളിയായിരുന്നു. ബേസിൽ നമ്മൾ നോർമലി കാണുന്നതിനേലും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അഭിനയമായിരുന്നു ഇതിൽ കാണുന്നത്. പൊളിയായിരുന്നു. രക്ഷയില്ല. കോമഡിയല്ല, എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള നല്ലൊരു മൂവി. ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. സോഷ്യലി ഒരു മെസ്സേജ് തരുന്ന പടമാണല്ലോ, അതിനെക്കുറിച്ച് എല്ലാവരും കണ്ടിരിക്കേണ്ട നല്ലൊരു മൂവിയാണ്. നല്ലൊരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് വെച്ചിട്ട് ചെയ്തേക്കണം നല്ലൊരു മൂവി. പടം ഗംഭീര പടമാണ്. കാരണം ബേസിൽ ജോസഫിൻ്റെ സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു കോമഡി ആ ഒരു ടൈപ്പിൽ നിന്ന് മാറി ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം ഈ സിനിമയ്ക്കകത്ത് തന്നെ ബേസിലിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, നമ്മൾ ഉള്ള സമയത്ത് കിട്ടുന്ന സമയത്ത് എൻജോയ് ചെയ്യുക, ബാക്കി സമയത്ത് നമ്മൾ പോരാടുക എന്ന് പറയുന്നത്. അത് ഏതൊരു മിഡിൽ ക്ലാസ് ആ ബേസിൽ ഈ സിനിമയ്ക്കകത്ത് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു ജോലി വെച്ച് മാത്രമല്ല, ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു സാധാരണ ജോലി ജീവിക്കുന്ന എല്ലാവരുടെയും ഒരു സംഭവം അത് തന്നെയാണ്. ഉള്ള സമയത്ത് എൻജോയ് ചെയ്യുക, ബാക്കി സമയത്ത് പോരാടുക. അതുപോലെ തന്നെ സ്വർണം, പൊന്ന്, എങ്ങനെയാണ് കുടുംബബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇങ്ങനെ പല മെസ്സേജുകളുണ്ട്. എന്നാൽ അതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കഥ നല്ല രസകരമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. അതിപ്പോൾ സജിൻ ഗോപു ആണെങ്കിലും ബേസിലാണെങ്കിലും ലിജോ മോളാണെങ്കിലും പിന്നെ ലിജോ മോളുടെ ബ്രദറായിട്ട് അഭിനയിച്ചതാണെങ്കിലും എല്ലാവരും ഈ സിനിമയിൽ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. കറക്റ്റ് റൺ ടൈമാണ് 2 മണിക്കൂർ. യാതൊരു ലാഗും ഇല്ല. അടുത്ത സെക്കൻഡ് എന്താണ് സംഭവിക്കുക എന്നറിയാനുള്ള ഒരു ആകാംക്ഷയും പിന്നെ ഒരു എന്താ പറയുക, ഒരു അണ്ടർഡോഗ് സ്റ്റോറി, ഒരു സാധാരണക്കാരൻ്റെ ഒരു വിജയം. നമ്മൾ സ്ക്രീനിൽ എപ്പോഴും വിജയങ്ങൾ സമ്മാനിച്ചാണ് അങ്ങനെയുള്ളൊരു സ്റ്റോറി. ആ ഒരു സ്റ്റോറി ലൈനാണ് ഈ സിനിമയ്ക്കും പിന്തുടർന്ന് രസകരമായിട്ട് വന്നിട്ടുണ്ട്. ബേസിലിൻ്റെ ജനപ്രിയ താരം എന്ന് വിളിക്കുന്ന ബേസിൽ ഇതിനിടയ്ക്ക് പറഞ്ഞു കുറേ വർഷങ്ങൾ കഴിഞ്ഞ് എന്നെ അങ്ങനെ വിളിച്ചാൽ മതിയെന്ന്. പക്ഷേ പടിപടിയായിട്ട് ബേസിൽ ആ ഒരു സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗംഭീര സിനിമയാണ്, ഗംഭീര പെർഫോമൻസാണ് എല്ലാവരുടെയും. ഗംഭീര സിനിമയാണ്. ജ്യോതിഷേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്യാനൊന്നും പറയില്ല. ഒരു തഴക്കവും പഴക്കവും വന്ന പോലെയുള്ള നല്ല ഡയറക്ഷൻ, നല്ല സിനിമാറ്റോഗ്രാഫി, നല്ല അഭിനയം എല്ലാവരുടെയും. ഗംഭീര സിനിമ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ കുറേ പുതുമുഖങ്ങളെയൊക്കെ ഓഡിഷൻ ചെയ്തെടുത്ത അടിപൊളി പടമായിരുന്നു. ഇവരൊക്കെ അടിപൊളിയായിരുന്നു, ഞാനും അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പടം എന്തായാലും ഹിറ്റ് ആകുമെന്ന് വിശ്വസിക്കുന്നു. സന്തോഷം, ഇതിനൊരു ഭാഗമാകാൻ പറ്റിയ സന്തോഷം. ഹിറ്റാണ് പടം, ഹിറ്റാകും. എല്ലാവരും മാക്സിമം പോയി തിയേറ്ററിൽ തന്നെ വന്ന് തിയേറ്ററിൽ തന്നെ പോയി കാണും. എല്ലാവരും പടമാണ്, അടിപൊളിയാണ്. എല്ലാവരും വന്ന് കാണുക.